കൺട്രോളിങ് ആക്ഷൻ. ഈ ചെടി ഒന്ന് കാണാൻ പറ്റുമോ? അത് അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരണം. ചെടി ഉണ്ടല്ലോ അല്ലേ? സ്റ്റാർട്ട്. ഓക്കെ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഡിഷ് എന്താണെന്ന് അറിയാമോ? ഒരു വെറൈറ്റി ഡിഷ് ആണ്. ഇതിന്റെ പേര് മാരി മീ ചിക്കൻ. മാരി മീ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ക്രീമി ആയിട്ടുള്ള ഒരു ഡിഷ് ആണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. ഇവിടെ മോനും ഹസ്ബൻഡും ഒക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീണ്ടും ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കാം. അതിന് മുന്നേ ഈ മാരി മീ ചിക്കൻ ഈ പേര് വന്നാൽ എന്താണെന്നറിയോ? ഈ ഡിഷ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നവരുടെ അടുത്ത് നമുക്ക് പ്രേമം തോന്നിയിട്ട് അവസാനം കല്യാണം വരെ എത്തുന്ന പറയുന്നത്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേഗം ഇത് ഉണ്ടാക്കാൻ പഠിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കൂ. ആൻഡ് കല്യാണം കഴിഞ്ഞവരാണെങ്കിലും ഇതുണ്ടാക്കൂ. നിങ്ങളുടെ സ്നേഹം വളരട്ടെ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ സൺ ഡ്രൈഡ് ടൊമാറ്റോസ് ആണ്. അതായത് വെയിലത്ത് വെച്ച് ഉണക്കിയ തക്കാളി. അത് ഞാൻ വാങ്ങി. അതിൻ്റെ ടേസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കി. വൃത്തികെട്ട ടേസ്റ്റ് ആയിരുന്നു. ബട്ട് സംഭവം കറിയിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര, അതാണ് അതിൻ്റെ താരം, കറിയുടെ താരം. അപ്പോൾ നമുക്ക് വേഗം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. കിച്ചണിൽ പോകാം. ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ബേസിൽ ലീവ്സ് ഒരു 4-5 എണ്ണം, ദെൻ ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട്, പിന്നെ ഗാർലിക് ഞാനിവിടെ ഒരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ബട്ടർ, സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ പാഴ്സ്ലി, ടൈമാണ് ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. ഒറിജിനൽ റെസിപ്പിയിൽ അതാ പറയുന്നത്. ബട്ട് എൻ്റെ ഇല്ലാത്ത പറഞ്ഞാൽ ഞാൻ തൽക്കാലം പാഴ്സ്ലിയാണ് യൂസ് ചെയ്തത്. ഒരു സവോള, ദെൻ ഫ്രഷ് ക്രീം, പിന്നെ നമ്മുടെ മെയിൻ താരം സൺ ഡ്രൈഡ് ടൊമാറ്റോസ്, ആൻഡ് ലോട്ട്സ് ഓഫ് ചീസ്. നിങ്ങളുടെ കയ്യിൽ പാർമെസാൻ ചീസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും കയ്യിലുള്ള ചീസ് എടുത്താലും മതി. പിന്നെ ഇതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ടൊമാറ്റോ പേസ്റ്റാണ്. കിസാൻ്റെ ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണ്? ചിക്കൻ. 400 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്തത്. ആദ്യമായി തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മേദ എടുത്തിട്ട് അതിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് നമ്മളുടെ കയ്യിൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചിരിക്കുന്നത്. വെള്ളമില്ലാത്ത ചിക്കനായിരിക്കണം. വെള്ളമില്ലാത്ത ചിക്കനെ ഇതുപോലെ ഈ മേദ കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ ഈവനായിട്ട് കോട്ടഡായി വരില്ല, കട്ട പിടിച്ചിരിക്കും. സോ നല്ലപോലെ വെള്ളം കളഞ്ഞിട്ട് മേദ വെച്ച് കോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എടുക്കാൻ നേരത്ത് ബോൺലെസ് ചിക്കൻ തന്നെ യൂസ് ചെയ്യുക. ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ബ്രസ്റ്റ് പീസ് അല്ലെങ്കിൽ ചിക്കൻ തൈസ് എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ എടുത്ത്, എൻ്റെ ഒലിവ് ഓയിൽ തീർന്നു, ഒലിവ് ഓയിലും ബട്ടറും കൂടി എടുത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എപ്പോഴും മീറ്റ് കുക്ക് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ദെൻ യു ക്യാൻ അഡ്ജസ്റ്റ് ദ ഫ്ലെയിം. കുറച്ച് പേപ്പർ, ദെൻ ഒരു 7 to 8 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് നേരത്ത് 7 to 8 മിനിറ്റ്സ് കഴിയാൻ നേരത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും. അപ്പോൾ നമുക്ക് ചിക്കൻ മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രയും ടൈം എടുക്കില്ല. ടേക്സ് ലെസ് ടൈം. സോ ഒരു 4 to 5 മിനിറ്റ്സ് മതിയാകും. അപ്പോൾ മറിച്ചിട്ടിട്ട് വീണ്ടും ഫ്ലെയിം ഹൈ ആക്കി ഒരു 4 to 5 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്യാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ. ആഹാ, എന്താ രസം, കണ്ടിട്ട് കൊതിയാവുന്നു. ഓക്കെ, 4 to 5 മിനിറ്റ്സ് കഴിഞ്ഞു. പീസസ് എല്ലാം കുക്കായി. അല്ല, 2 പീസ് ഇച്ചിരി കട്ടി കൂടുതലാണ്. സോ ഐ എം കുക്കിംഗ് ഇറ്റ് എ ബിറ്റ് മോർ ടൈം. നന്നായി കുക്കായി. ഓക്കെ, ഇനി അതും പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ തുടക്കത്തിൽ ഇത്രയും എണ്ണയും ബട്ടറും ഒക്കെ ആഡ് ചെയ്തത് കണ്ട് പേടിക്കണ്ട. കാരണം നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെയാണ്
നമ്മളുടെ ബാക്കി വെജിറ്റബിൾസും അല്ലെങ്കിൽ സോസ് ഉണ്ടാക്കുന്നത്. കട്ട് ചെയ്ത് വെച്ച ഗാർലിക് ആൻഡ് സവോള ഇടുക, സോട്ട് ചെയ്യാം. സോട്ട് ചെയ്യാൻ നേരത്ത് ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല. ഗാർലിക് കരിയാനും പാടില്ല. സോ ഫ്ലെയിം കുറച്ച് വെക്കുക. ആൻഡ് ഓണിയൻ ഒരു ഇച്ചിരി ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ സോട്ട് ചെയ്യാം. പാഴ്സ്ലി, ആക്ച്വലി തൈമാണ് ആഡ് ചെയ്യേണ്ടത്. പാഴ്സ്ലി ആഡ് ചെയ്തു. നൗ ഇതിൽ കുറച്ച് ഇത് ഞാൻ ആഡ് ചെയ്തത് വെള്ളമാണ്, പച്ചവെള്ളം. ബട്ട് നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇത് സൺഡ്രൈ ടൊമാറ്റോസ് ആഡ് ചെയ്തു. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തു. കിസാൻ്റെ ടൊമാറ്റോ പേസ്റ്റാണ് യൂസ് ചെയ്തത്. ദെൻ അത് ബോയിലായി കഴിയുമ്പോഴത്തേക്കും ഫ്രഷ് ക്രീം ഞാൻ ഈ ഒരു പാക്കറ്റിൻ്റെ ഒരു 3/4 ആഡ് ചെയ്തു. ഇത്രയും ഇട്ടു. ദെൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. ചീസ് മെൽറ്റാകാൻ വെയിറ്റ് ചെയ്യാം. ഈ സോസ് പ്രിപ്പയർ ചെയ്യുന്ന ഈ ടൈമിൽ ഇതിന് ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് ആഡ് ചെയ്യാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു കേട്ടോ. ഇനി ഉപ്പ് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ദെൻ എരിവിന് കുറച്ച് മുളകും കുറച്ച് പെപ്പറും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. സോ നിങ്ങൾക്ക് നന്നായിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഒരു ലൈറ്റ് ഓറഞ്ച് കളർ വന്നു. സോസ് കുക്കായി. ഇതിലോട്ട് ബേസിൽ. അപ്പം സൺഡ്രൈ ടൊമാറ്റോസും ബേസിലുമാണ് ഇതിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കൊടുക്കുന്നത്. നമ്മുടെ യൂഷ്വൽ ആൽഫ്രെഡോ സോസ് പോലെ തന്നെയാണ് ഇത് ഓൾമോസ്റ്റ് ഉണ്ടാക്കുന്നത്. ബട്ട് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സൺഡ്രൈ ടൊമാറ്റോസും ബേസിലും ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോസ് കുക്കായി. അതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്തു. ചിക്കനെ നമുക്കിതിലൊന്ന് മുക്കി കിടത്താം. ഓക്കെ, ഇനി ഒരു 2 minutes ബോയിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. 30 minutes ആണിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എടുത്തത്, ഇൻക്ലൂഡിങ് ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കലും എല്ലാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാധനമാണ്. ഓക്കെ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ലെറ്റസ് പ്ലേറ്റ് മാഗി. എങ്ങനെയുണ്ട് ശിവ? സൂപ്പറായിട്ടുണ്ടമ്മ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. എക്സ്പ്ലെയിൻ ദ ടേസ്റ്റ്. ടേസ്റ്റോ? നല്ല ടേസ്റ്റ് ആണോ? സൂപ്പർ ടേസ്റ്റ് ആണോ? താങ്ക് യു ശിവ. സോ ആസ് യു സോ ചിക്കൻ സ്റ്റോക്ക് ഇല്ലാതെ തന്നെ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതിൽ നിന്ന് ടേസ്റ്റ് ആയിരിക്കും ആൻഡ് ബെറ്റർ റിസൾട്ട്സ് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. ഐ എം ഷുവർ യു വിൽ ലൈക്ക് ഇറ്റ്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.